We will continue. ഇപ്പോൾ ബെർക്ക്ലിയിലെ അനുഭവങ്ങളാണ് പറയുന്നത് അവൾ. ഡിസേബിൾഡ് പീപ്പിൾ ഇൻ ബെർക്ക്ലി ആർഗ്യൂ ദാറ്റ് ആൾ പീപ്പിൾ ആർ interdependent. They argue that nobody is completely independent. For instance, a normal person would need a carpenter, a plumber, or an electrician. Perhaps the disabled too are dependent on getting help to enable independent living so that they can function more efficiently and are able to take up employment. ഇപ്പോൾ നമ്മൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, അംഗപരിമിതർ, അംഗവൈകല്യമുള്ളവർ മറ്റുള്ളവരെ സഹായം എടുക്കുന്നു. അതുപോലെ തന്നെ എല്ലാം ശരിയായിട്ടുള്ളവരും മറ്റുള്ളവരുടെ സഹായം എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യവും ചെയ്യാനുള്ള പ്രാപ്തിയില്ല, അല്ലെങ്കിൽ എല്ലാ കാര്യവും ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ നമ്മൾ സഹായികളായിട്ട് പലരെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും നമ്മൾക്ക് ആവശ്യമുള്ളവർ നമ്മളുടെ ഇപ്പോൾ എല്ലാ കാര്യവും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അംഗവൈകല്യം ഇല്ലാത്തവരെന്താ മരപ്പണിക്കാരുടെ, പ്ലംബറുടെ, ഇലക്ട്രീഷ്യൻ്റെ എല്ലാം സഹായം തേടുന്നില്ലേ? അതുപോലെ തന്നെയാണ് അംഗവൈകല്യമുള്ളവരും മറ്റുള്ളവരെ സഹായം തേടുന്നത്. അല്ലാതെ അംഗവൈകല്യമുള്ള ഒരാൾ മാത്രമല്ല സഹായം തേടുന്നത്, അംഗവൈകല്യം ഇല്ലാത്തവരും സഹായം തേടുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിന് നന്മ ചെയ്യണമെങ്കിൽ തമ്മിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരസ്പരം സഹായിച്ചുകൊണ്ടേയിരിക്കുക, അതാണ് പറയുന്നത്. This concept appealed to me a great deal. Society always has these stereotypical concepts of disabled people where they are portrayed as being extremely dependent and helpless. എപ്പോഴും എന്താ, ഈ അംഗപരിമിതർ മാത്രം മറ്റുള്ളവരുടെ സഹായം തേടുന്നവരാണ്, അവർ സമൂഹത്തിലൊരു ഹെൽപ്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ്, അവർ നിരാലംബരാണ്, അങ്ങനെയൊന്നും വിചാരിക്കരുത്. വൈ? ഡിസേബിൾഡ് പീപ്പിൾ ആർ ഹ്യൂമൻ ബീയിങ്സ് ഫസ്റ്റ്. അവർ മനുഷ്യരല്ലേ. ബട്ട് മോസ്റ്റ് പീപ്പിൾ സീ ദ ഡിഫോർമിറ്റി ആൻഡ് ഡിസബിലിറ്റി ബിഫോർ ദേ നോട്ടീസ് എനി പേഴ്സണൽ അട്രിബ്യൂട്ട്സ്. അവരെ ഒന്ന് കാണുമ്പോൾ തന്നെ അവരുടെ കുറവുകളും എന്തൊക്കെയാണ് അവരുടെ കഴിവുറവുകൾ അതൊക്കെയാണ് ആളുകൾ ചിന്തിക്കുന്നത്. ദ പേഴ്സൺ വിതിൻ ദ ഡിസേബിൾഡ് പേഴ്സൺ ഈസ് ആൾവേസ് അൺനോട്ടീസ്ഡ് ബിക്കോസ് ദർ ഫിസിക്കൽ ഡിമാൻഡ്സ് ആർ സോ ഇമ്മൻസ് ആൻഡ് ഓഫൺ ഗ്ലെയറിംഗ്. ഐ എം ഷുവർ മോസ്റ്റ് ഡിസേബിൾഡ് പീപ്പിൾ തിങ്ക് സോ. The disabled person requires so much help that often the career gets burned out. Over the years, I have learned that a disabled person must depend on many people for her or him to lead so-called normal life. ആക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അവരുടെ മനസ്സിനെ ആദ്യം നമ്മളൊന്ന് അറിയണം. അവർക്ക് എന്താ കഴിവുകളെ പറ്റി തിരിച്ചറിയണം. അവർക്ക് എന്തെല്ലാം ഹെൽപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ അവരെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരെ ഒന്ന് സാധാരണ പൗരന്മാരെ പോലെ ആക്കി കൊണ്ടുവരേണ്ടത്. അതിലേക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ അവരുടെ കഴിവ് കുറവുകൾ കണ്ടിട്ട് അവരോട് സഹതാപം കാണിക്കുക, അങ്ങനെയല്ല. അപ്പം അവരും മനുഷ്യരാണ്, പക്ഷേ പലരും അവരുടെ വൈകല്യങ്ങളെയാണ് ആദ്യം കാണുന്നത്. അപ്പം എന്താ മനസ്സിലാക്കേണ്ടത്? അവർക്കും സാധാരണ മനുഷ്യരും സഹായം തേടുന്നുണ്ട്, അതുപോലെയാണ് അവരും സഹായം തേടുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരുടെ മനസ്സിലുള്ള അവരുടെ ആ കഴിവുകളെല്ലാം തിരിച്ചറിഞ്ഞ് അവരെ മുമ്പോട്ട് കൊണ്ടുവരിക. It was after my trip to Berkeley that we decided to get an attendant. Mother was in Calcutta at the time. She interviewed a Nepalese woman who spoke English. Maya was pleasant and in her mid-40s. Her last employers were one of the elite families of Calcutta. Maya arrived a month later. She had a pleasant disposition. Actually, she was a great help to my mother and Pam. For the first time in years, we had a maid for our clothes. Maya came and helped me with my daily living needs. In Berkeley, disabled people called an aide a personal attendant. I was 22 and could no longer be dependent on mother for my physical care. അപ്പം ബെർക്ക്ലിയിൽ അവൾ പോയപ്പം ഒരു സഹായിയെ വെക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഒരു നേപ്പാളി സ്ത്രീ, അവരുടെ പേരാണ് മായ. അപ്പോൾ ഏകദേശം ഒരു 45 ഇയേഴ്സ് ഉള്ള വയസ്സൊക്കെയുള്ള ഒരു സ്ത്രീയെ ഇവർ റിക്രൂട്ട് ചെയ്തു. ഇവൾക്കൊരു സഹായമായിക്കോട്ടെ എന്ന് വെച്ചിട്ട്. മായ ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ വന്നു. പിന്നെ ദൈനംദിന ആവശ്യങ്ങളിൽ അവൾ മാലിനി ചിബിനെ സഹായിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവൾക്ക് 22 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ശാരീരിക സംരക്ഷണത്തിനായി അമ്മയെ മാത്രം ആശ്രയിക്കാൻ പറ്റുകയില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പുതിയ ഭാഗമായി മായ മാറുകയായിരുന്നു എന്നാണ് അവൾ പറയുന്നത്.
ഞാൻ ഒരിക്കലും ഇത്രയധികം അംഗവൈകല്യമുള്ളവരെ ഒരുമിച്ച് കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ അവർ ഓരോരുത്തരും അവരുടെ സ്വതന്ത്രമായ ജീവിതമാണ് നയിക്കുന്നത്. അപ്പം ബെർക്ക്ലിയിൽ പോയപ്പം അങ്ങനെയാണ് കണ്ടത്. ബോംബെയിൽ ഞാൻ അവിടെയാണ് വളർന്നതെങ്കിലും വളരെ വിരളമായ അംഗവൈകല്യമുള്ളവരെ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ബെർക്ക്ലിയിൽ ഇവൾ കാണുന്നത് കുറേയധികം അംഗവൈകല്യമുള്ളവരെ കാണുന്നുണ്ട്. അപ്പോൾ ഇവളുടെ സഹായത്തിന് വേണ്ടി അത്രയും നാളും അമ്മയാണ് എല്ലാ കാര്യം ചെയ്തുകൊണ്ടിരുന്നെങ്കിലും ഇപ്പോൾ ഒരു മെയ്ഡിനെ വെച്ചു, ഒരു സഹായിയെ അവർ വെച്ചു. Maya was a new addition to my new life. My trip to the US was an eye-opener for me. I had never seen so many disabled adults in my life, each leading an independent life. ഒരുപാട് വൈകല്യമുള്ളവരെ ഇവൾക്ക് കാണാനായിട്ട് സാധിച്ചു. എല്ലാവരും അവരുടെ ജീവിതം സ്വതന്ത്രമായിട്ടാണ് ജീവിക്കുന്നത്. In Bombay, when I was growing up, I rarely saw a disabled adult, so I invariably grew up thinking that I would be normal once I was an adult. My mother would always ask, when are you going to be independent? അതിന് മുമ്പൊക്കെ എപ്പോഴും അമ്മയുടെ സഹായം എടുത്തിരുന്നു. അപ്പോൾ അമ്മ ചോദിക്കും, നീ എപ്പോഴാണ് സ്വതന്ത്രയാവുന്നത്, സ്വന്തമായിട്ട് എല്ലാ കാര്യവും ചെയ്യാൻ ഇനി നിനക്ക് എപ്പോഴാണ് പ്രാപ്തി ഉണ്ടാവുന്നത്, അല്ലെ നീ എപ്പോഴായിരിക്കും നിൻ്റെ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യുക? വെൻ ഐ ഗ്രോ അപ്പ് ഐ വുഡ് സേ, അപ്പോൾ പറയുമായിരുന്നു, ഞാൻ വലുതാകുമ്പം എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്തോളൂ. ദാറ്റ് ഈസ് വെൻ, അതെപ്പോഴാണ്? പ്ലീസ് ടെൽ മീ, സെഡ് മദർ. യു ആർ ഓൾറെഡി 21. ഇപ്പം തന്നെ നീ 21 വയസ്സായി. ഇനി നീ എപ്പോഴാണ് വലുതാകാൻ പോകുന്നത്? ഇനി നീ വലുതായിട്ട് എപ്പോഴാണ് സ്വന്തം കാര്യം ചെയ്യാൻ നിൽക്കുന്നത്? ടുഡേ വെൻ ഐ റിഫ്ലക്റ്റ് ഓൺ ദ പാസ്റ്റ് ഐ റിയലൈസ് ദാറ്റ് മൈ ഗ്രോയിങ് അപ്പ് സ്റ്റാർട്ടഡ് വെൻ ഐ ലെഫ്റ്റ് ഹോം ആൻഡ് വെൻ ടു ഓക്സ്ഫോർഡ്. അപ്പോൾ സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ എപ്പോഴും അമ്മയുടെ സഹായം എടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇവള് ഓക്സ്ഫോർഡിലേക്ക് പോയി. ഇറ്റ് വാസ് ആഫ്റ്റർ അവർ ട്രിപ്പ് ടു ബെർക്ക്ലി വെൻ വി ഹാഡ് സ്റ്റോപ്ഡ് ഓവർ ഇൻ ലണ്ടൻ പ്രയർ ടു റിട്ടേണിംഗ് ടു ബോംബെ. And one day, Dad asked cautiously, Moles, shall we go to Oxford Polytechnic? He rang up Oxford Polytechnic and spoke to the dean, who gave us a time to meet with him. We hired a hertz and drove down to Oxford, which was an hour's drive. The polytechnics of Britain offer a technical training which the universities did not offer. It was only recently that the polytechnics were formally recognized as universities. I felt that I needed a more practical training to get a job. അപ്പോൾ അവർ ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ഒരു എഡ്യൂക്കേഷന് വേണ്ടി ശ്രമിക്കാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ അതിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വിത്ത് മൈ പുവർ സ്പീച്ച് ഐ തോട്ട് ദാറ്റ് ഫോർമൽ ട്രെയിനിങ് വുഡ് ഗിവ് മീ ആൻ എഡ്ജ് ഓവർ അതേഴ്സ്. ഓക്സ്ഫോർഡ് പോളിടെക്നിക് ഹാഡ് എ ഗുഡ് കോഴ്സ് ഇൻ പബ്ലിഷിംഗ്. ഐ ഡിസൈഡ് ടു അപ്ലൈ വിത്ത് ഡാഡ്സ് ഹെൽപ്പ്. ഐ പുട്ട് ഇൻ ദ ആപ്ലിക്കേഷൻ ആൻഡ് വാസ് കോൾഡ് ഫോർ ദ ഇൻ്റർവ്യൂ. അപ്പോൾ അവർ ഓക്സ്ഫോർഡിലുള്ള പോളിടെക്നിക്കിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാത്ത പല കോഴ്സുകളും പോളിടെക്നിക്കിൽ നടത്തുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വേണ്ട അവർ അവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ച് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പം അപ്ലൈ ചെയ്തിട്ട് അതിന് വേണ്ടി അപേക്ഷിച്ചിട്ട് ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ദ ഇൻ്റർവ്യൂ വാസ് മോസ്റ്റ് ഇൻഫോർമൽ. ദ ഡീൻ വോർ എ വൈറ്റ് ചെക്ക്ഡ് ക്രംബിൾഡ് ഷർട്ട്. It was like an informal chat. When I returned to Bombay, I did not give it a single thought. I immersed myself in the work of the Spastic Society. I decided to set up an informal recreational club called ADAPT, Able, Disabled, All People Together, where people could meet socially, as I felt that there was not much interaction between non-disabled and disabled people. My friend Subin and I thought up the name ADAPT at the same time, which was coincidental. ADAPT met every 2 weeks just as a social forum. അവൾ ബോംബെയിൽ തിരിച്ചെത്തിയിട്ട് അഡാപ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഈ പോളിടെക്നിക്കിലുള്ള ഇൻ്റർവ്യൂ എല്ലാം അങ്ങനെ കഴിഞ്ഞു. അത് പിന്നെ അവളെ വിട്ടു. പിന്നെ ഇവിടെ വന്ന് അഡാപ്റ്റ് എന്ന പേരിൽ ഒരു ഇൻ്റർനാഷണൽ റിക്രിയേഷണൽ ക്ലബ്ബ് തുടങ്ങാൻ തീരുമാനിച്ചു. അഡാപ്റ്റിൽ എന്ന് വെച്ചാൽ അവിടെ ഏബിളായിട്ടും ഡിസേബിളായിട്ടുള്ള എല്ലാ ആൾക്കാരും അതിലുണ്ടാവും. അതിൻ്റെ ചുരുക്കപ്പേരാണ്. എന്ന് വെച്ചാൽ വൈകല്യമുള്ളവരും വൈകല്യം ഇല്ലാത്തവരും എല്ലാവരും ഉണ്ടാവും. അത് സുഹൃത്തായ സുബിനോട് കൂടി ചേർന്ന് നടത്തുകയാണ് അവൾ. Subin and I spent hours together talking and getting to know each other. I would like to go to England to study, Chaucer, said Subin. Why don't you apply to Oxford and try for a scholarship? I said. അപ്പോൾ സുബിന്